ന്യൂക്ലിയർ പവർ ഇസ് നോട്ട് ദ ആൻസർ ഫോർ എനി ഓഫ് അവർ പ്രോബ്ലംസ്. ഇലക്ട്രിസിറ്റിക്കും ഇല്ല, ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ളതില്ല, നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി യാതൊന്നും എൻഹാൻസ് ചെയ്യുന്നില്ല ന്യൂക്ലിയർ പവർ. അതുപോലെ നമ്മുടെ കൂടംകുളത്തിലുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയി കർണാടകത്തിലുള്ള കോലാർ പഴയ ഡിഫൈൻഡ് ഗോൾഡ് മൈൻസിൽ വയ്ക്കാൻ പോകുന്നത് പറഞ്ഞപ്പോൾ അവർ വലിയ വിപ്ലവം ഉണ്ടായി. അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈവൻ BJPയുടെ ചീഫ് മിനിസ്റ്റർ ജഗദീഷ് ഷട്ടറാണ് അപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. ചീഫ് മിനിസ്റ്റർ BJP ചീഫ് മിനിസ്റ്റർ അവർ ഇങ്ങനെ പറഞ്ഞില്ല, ഭാരത് മാതയുടെ വേസ്റ്റാണ് കൊണ്ടുവന്നോ നമ്മുടെ സ്റ്റേറ്റിൽ വയ്ക്കാന്നൊന്നും പറഞ്ഞില്ല. അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ് ന്യൂക്ലിയർ പവർ ഇസ് ടു ചീപ്പ് ടു മീറ്ററിൻ്റെ ആവശ്യം തന്നെ ഇല്ല, കാരണം അത് വളരെ ചീപ്പായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതൊരു വൈറ്റ് എലഫൻ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസ് ഇല്ലാതെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ആ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് cannot survive for a day. അവരുടെ ശമ്പളം മുതൽ അത്രയും ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. ആൾറെഡി ഈ സയൻസ്, ന്യൂക്ലിയർ സയൻസ് ഇസ് പ്രോബ്ലമാറ്റിക്. അതിൻ്റെ പ്രാക്ടിക്കൽ എഫിഷ്യൻസി വളരെ അൺക്ലിയർ ആയിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കറപ്ഷൻ, ഇവരുടെ ഈ മനിപ്പുലേഷൻസ്, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബെറ്റർ സേഫ് ദാൻ സോറി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലും ലോകത്താകെ തന്നെയും കേരളത്തിലും ആണവ ഊർജ ചർച്ചകൾ, ആണവ നിലയം പുതിയതായി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിട്ടിരിക്കുകയാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ, പ്രൈവറ്റ് സെക്ടറിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ചെറിയ ചെറിയ ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും സജീവമായിരിക്കുന്നു. എനർജി റിക്വയർമെൻറ്റ് കൂടിയ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ചകൾ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. താങ്കൾ കേരളീയർക്ക് പരിചിതനാവുന്നത് കൂടംകുളം ആണവ വിരുദ്ധ സമരത്തിൻ്റെ മുന്നണി പോരാളി എന്നുള്ള ഒരു നിലയിലാണ്. ആണവ നിലയങ്ങൾ എന്തുകൊണ്ട് അപകടകരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ആ തദ്ദേശീയ ജനതയെ ബോധ്യപ്പെടുത്താനും ഒരു വലിയ സമരമുഖത്തേക്ക് എത്തിക്കുന്നതിലും വിജയിച്ചിട്ടുള്ള ഒരാളും കൂടിയിട്ടാണ് താങ്കൾ. ചീമേനിയിലാണ് കേരളത്തിൽ ഇപ്പോൾ നിർദ്ദിഷ്ട ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചും മുമ്പുണ്ടായിരുന്ന പ്രപ്പോസൽസ് എല്ലാം വലിയ സമരങ്ങളിലൂടെ പ്രതിരോധിച്ചൊരു സിറ്റുവേഷനും കൂടി നിലനിൽക്കുന്നുണ്ട്. ചീമേനി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു ആണവ നിലയത്തിൻ്റെ ഊർജ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് അങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഒട്ടും ആവശ്യമില്ല. കേരളത്തിൽ പണ്ട് ഭൂതത്താൻകെട്ട്, കോതമംഗലം ഉള്ള സ്ഥലങ്ങളിൽ പ്രപ്പോസ് ചെയ്തതാണ്. പിന്നെ ബിക്കോസ് ഓഫ് പബ്ലിക് റെസിസ്റ്റൻസ് അത് തടഞ്ഞു, കൈവിട്ടു. ഇപ്പോൾ CPM ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അവരും കേരള മിനിസ്റ്ററുമായിട്ട് ഒരു ഡയലോഗ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം ഒരു പബ്ലിക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ വലിയ പബ്ലിക് ഹിയറിങ്ങോ അല്ലെങ്കിൽ വേറെ കോമൺ ഡിബേറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ചീമേനി പോയിരുന്നു. 220 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം ചെയ്യുന്ന 2 പ്ലാന്റ് പ്ലാൻ ചെയ്യുന്നത് പറയുന്നു. പക്ഷേ ഇത് പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ ഒരു റിപ്പോർട്ട് ഇതുവരെ അങ്ങനെ പുറത്തായിട്ടില്ല. വളരെ സ്കെച്ച് ഇൻഫർമേഷൻ ആണ് ഉള്ളത്. KCB ചെയർമാനും കേന്ദ്രവുമായിട്ട് ചർച്ച നടത്തി, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഇത്ര വലിയ ഹൈലി ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം, ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കൺസൾട്ടേഷൻ നിങ്ങൾ വേണ്ടേ? CPM പാർട്ടി ഇതുവരെ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവരുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ ഇറ്റ്സ് വെരി അൺഫ്രണ്ട്ലി, പീപ്പിൾ അൺഫ്രണ്ട്ലി പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഈ 220 മെഗാവാട്ട് മാത്രം പറ്റത്തില്ല. ഒരുപാട് നമുക്ക് ആൾട്ടർനേറ്റീവ് പവർ ഉണ്ടാക്കാം. 42 നദികൾ പായുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഹൈഡ്രോ പവർ, സോളാർ പവർ, വിൻഡ് പവർ, ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ തടഞ്ഞിട്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൊണ്ടുവരുന്ന ആവശ്യമില്ല. പിന്നെ അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ ആതിരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ സുരേഷ് ഗോപി അത് വേണ്ടാന്ന് വെച്ചു. ടൂറിസം പ്രോജക്റ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. ചീമേനി മാത്രം ഒരു ആവശ്യമില്ല. ഇപ്പൊ എന്താ പറയുന്നത്, ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്, അതായത്
സ്മോൾ മോഡുലർ റിയാക്ടർ എന്ന് ഒരു ഗ്ലോബൽ അതെ. ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് വയബിൾ പ്രോജക്റ്റ് അല്ല. ഇതുവരെ അങ്ങനെ എവിടെയും വലുതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല. SMR എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ പോലെയാണ്. നമുക്ക് ഇപ്പോൾ മേടിച്ചു കൊണ്ടുവന്ന് ഒരിടത്തിൽ സെറ്റപ്പ് ചെയ്യാം. പിന്നെ ന്യൂക്ലിയർ ഫ്യൂവൽ തീരുമ്പോൾ റീലോഡ് ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് പറയുന്നു. പക്ഷെ അതിലുള്ള കോംപ്ലിക്കേഷൻസ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ്. ഒന്ന്, ടെക്നിക്കൽ ഫീസിബിലിറ്റി നമുക്കറിയില്ല. രണ്ടാമത്, അതിലുള്ള വേസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു, അതുപറ്റി ഒരു ഡിബേറ്റ് ഇല്ല. പിന്നെ പ്രൊലിഫറേഷൻ്റെ ചാൻസസ് കൂടുതലാക്കുന്നു, അതുപറ്റി ഒരു ഡിസ്കഷൻ ഇല്ല. ഇതിനുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ എവിടെ നിന്ന് കിട്ടും നമുക്ക്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഡിസ്കസ് ചെയ്യാതെ ഇതേതോ നമ്മൾ കടയിൽ പോയി റെഫ്രിജറേറ്റർ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുന്ന പോലെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചീമേനിയിൽ വയ്ക്കുന്നത് ഭാരത് സ്മാൾ റിയാക്ടർ. ആ ഭാരത് സ്മാൾ റിയാക്ടർ വെറും പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡീറ്റെയിൽസ് ഇല്ല. ടെക്നോളജിക്കലി ദാറ്റ്സ് നോട്ട് എ വയബിൾ പ്രോജക്റ്റ്, ഇറ്റ്സ് നോട്ട് എ ഫീസിബിൾ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്ലീഡിങ് ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ പോയിരുന്നു ഷിമേനിയിൽ, കൺവെൻഷനിലൊക്കെ അറ്റൻഡ് ചെയ്തു, ഒരു സ്ട്രഗിൾ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല, നടക്കത്തില്ല. പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്, ഹൈലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്. മറ്റ് സ്റ്റേറ്റുകൾ പോലെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തിനാ CPM ഗവൺമെൻറ് ഇങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. CPM അത് വേറൊരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. കാരണം ഇവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഷുവർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടുത്തെ തോറിയം ഉപയോഗിച്ചുകൊണ്ട് പുറത്തൊരു റിയാക്ടർ സ്ഥാപിച്ച് അതിനെ നമ്മളെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് കണ്ടു, ഞാൻ ആ റിപ്പോർട്ട് കണ്ടു. പക്ഷേ തോറിയം ബേസ്ഡ് റിയാക്ടർ ആ ടെക്നോളജി തന്നെ വളരെ നേസന്റ് സ്റ്റേജസിലായിരിക്കുന്നു. എവിടെയും ഒരു വയബിൾ പ്രോജക്റ്റ് ഒന്നും ഇല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ലോകത്തിൽ എവിടെയും തോറിയം ബേസ്ഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന ഒരു സംഗതി ഇല്ല. ഇന്ത്യയിൽ ഒട്ടുമില്ല. ഇന്ത്യയിൽ തോറിയം ബേസ്ഡ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് 3rd സ്റ്റേജാണ്. ഹോമി ബാബ എൻവിഷൻ ചെയ്ത ആ 3 സ്റ്റേജ് ഡെവലപ്മെന്റ് ഒരു പറയുന്നില്ലേ. ആദ്യം പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആദ്യം നമ്മൾ നിർമ്മാണിക്കും. പിന്നെ 2nd സ്റ്റേജിൽ ഇങ്ങനെയുള്ള ലൈറ്റ് വാട്ടർ ഒരു പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ, അതായത് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് ആ വേസ്റ്റ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഹൈബ്രിഡ്, അതുപോലെയുള്ള അത് 2nd സ്റ്റേജ് ഫാസ്റ്റ് ബ്രീഡർ. 2nd സ്റ്റേജ്. 3rd സ്റ്റേജ് എന്ന് പറയുന്നത് തോറിയം ബേസ്ഡ് പവർ പ്ലാന്റ്. തോറിയം ബേസ്ഡ് എവിടെ ഇല്ലല്ലോ, അത് ഇറ്റ്സ് നോട്ട് എ സക്സസ്ഫുൾ പ്രോജക്റ്റ്. അപ്പോൾ ഇങ്ങനെ തോറിയം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പോകുന്നു മനസ്സിലാവുന്നില്ല എനിക്ക്. ഈ നമ്മളൊരു ഗ്ലോബൽ സെനാറിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1950s ഇതിൻ്റെ ഒരു ബൂം ഉണ്ടായിരുന്നു. അതിനുശേഷം ചെർണോബിലും 3 മൈൽ ഐലൻഡിൻ്റെ ഒക്കെ ശേഷം അതിനൊരു ഡിക്ലൈനാണ് നമ്മൾ കാണുക. ഇത്തരം ഇതിൻ്റെ ഒരു സെക്യൂരിറ്റിനെ പറ്റിയിട്ടുള്ള ആശങ്ക ഭയങ്കരമായിട്ട് ഗ്ലോബലി കൂടി. പക്ഷെ പിന്നീട് വീണ്ടും ഈ ആണവ ലോബികളുടെ ഇടപെടലൊക്കെ മൂലം ഇതൊരു ക്ലീൻ എനർജിയാണ്, ഗ്രീൻ എനർജിയാണ്, ഇതിനകത്ത് നിന്നൊരു കാർബൺ എമിഷൻ ഉണ്ടാവുന്നില്ല. ഇനി ലോകത്തിന് ആവശ്യം ഈ ന്യൂക്ലിയർ എനർജി കൊണ്ട് മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും നമുക്ക് നേരിടാൻ പറ്റൂ എന്നുള്ള ആർഗ്യുമെന്റ് ഗ്ലോബലി വ്യാപകമാണ്. ഇന്ത്യയിലും വളരെ ശക്തമാണ്. കേരളത്തിലും അതിൻ്റെ ചർച്ചകളിൽ പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോബൽ സെനാറിയോ എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ന്യൂക്ലിയർ റിയാക്ടറുകളെ സംബന്ധിച്ച്? മണിയല്ല, നമുക്ക് ലോകത്തിൽ ഗ്ലോബൽ ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ടിൽ 9% മാത്രമാണ് ന്യൂക്ലിയർ പവറിന്റെ കോൺട്രിബ്യൂഷൻ. വെറും 9%. 440 പ്ലാന്റുകൾ ഇരിക്കുന്നു. അമേരിക്ക, ഫ്രാൻസിൽ വർക്ക് ചെയ്യുന്നു. അമേരിക്കയിലും ഫ്രാൻസിലും ഒരുപാട് പ്ലാന്റുകൾ ഇരിക്കുന്നു. വെറും 50 കൺട്രീസ് മാത്രമാണ് ന്യൂക്ലിയർ പവർ വെച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് 210-20 കൺട്രീസ്, only 50 countries have nuclear power plants. അപ്പോൾ മറ്റവർക്ക് ഇങ്ങനെ ഇരുട്ടിൽ കിടക്കുന്നില്ല, അവർക്ക് സുഖമായിട്ട് ജീവിക്കാതെ ചെയ്യുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിന്റെ വെറും 9% ഇലക്ട്രിസിറ്റി ഇല്ല, അതിനെ നമുക്ക് ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം മുതൽ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ആദരവായിട്ട് സപ്പോർട്ടീവായിട്ട് പറയുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ മിസ്ലീഡിങ്ങും തെറ്റുമാണ്. ഫസ്റ്റ് മുതൽ ആർഗ്യുമെന്റ് ന്യൂക്ലിയർ പവർ കണ്ടുപിടിച്ചത് ന്യൂക്ലിയർ ബാം ചെയ്യാനുള്ള സംഗതികൾക്ക് വേണ്ടിയാണ്. ന്യൂക്ലിയർ പവർ അത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ന്യൂക്ലിയർ ബാമിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനൊരു എക്സ്ക്യൂസ്, ഇവർക്ക് ഒരു സയന്റിഫിക് എക്സ്ക്യൂസ് ഇവർക്ക് ആവശ്യമുണ്ടായി. അങ്ങനെയാണ് സംഗതി തുടങ്ങുന്നത്. ഒന്ന്. രണ്ടാമത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് എമിഷൻ ഇല്ല. ഓക്കെ, ശരിയാണ്, എമിഷൻ ഇല്ല, ശരി തന്നെ. പക്ഷെ എമിഷനേക്കാളും
വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് വരുന്നില്ലേ, ആ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതുവരെ ഒരു ആർക്കും മറുപടി ഇല്ല. ഒരു ടെക്നോളജി ഇല്ല, ഹാൻഡിൽ ചെയ്യുന്ന ടെക്നോളജി ഇല്ല, പ്രോപ്പർ ഡിസ്പോസൽ മെക്കാനിസംസ് ഒന്നുമില്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രൊപ്പോസ്ഡ് സൈറ്റ് മുതലില്ല. ന്യൂക്ലിയർ വേസ്റ്റ് കൊണ്ടുവയ്ക്കുന്ന ഒരു സൈറ്റ് മുതലില്ല. ഈ ഭോപ്പാൽ ഡിസാസ്റ്റർ നമ്മൾ കണ്ടില്ലേ, 40 കൊല്ലമായിരിക്കുന്നു ആ വേസ്റ്റ് എടുത്ത് മാറ്റാൻ. അത് റേഡിയോ ആക്റ്റീവ് അല്ല, അത് വെറും കെമിക്കൽ വേസ്റ്റ് ആണ്. അതുപോലും പറ്റുന്നില്ല. ആ വേസ്റ്റ് കെമിക്കൽ വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് അല്ലാതെ ഒരു വേസ്റ്റ് എടുത്ത് മാറ്റുന്നതിന് 40 വർഷം. എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ പറ്റും? ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും ഇവരുടെ പൊളിറ്റിക്കൽ ടാലൻ്റൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ കെമിക്കൽ വേസ്റ്റ് എടുത്ത് മധ്യപ്രദേശിലുള്ള വേറൊരു സ്ഥലത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ലോക്കൽ റെസിസ്റ്റൻസ് ഉണ്ടായി, പറ്റത്തില്ല എന്ന് പറഞ്ഞവർ. അതുപോലെ നമ്മുടെ കൂടംകുളത്തിലുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയി കർണാടകത്തിലുള്ള കോലാർ പഴയ ഡിഫൻക്റ്റ് ഗോൾഡ് മൈൻസ് വെക്കാൻ പോകുന്നത് പറഞ്ഞപ്പോൾ അവർ വലിയ വിപ്ലവം ഉണ്ടായി അവിടെ. പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈവൻ BJPയുടെ ചീഫ് മിനിസ്റ്റർ ജഗദീഷ് ഷട്ടറാണ് അപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. BJP ചീഫ് മിനിസ്റ്റർ അവർ ഇങ്ങനെ പറഞ്ഞില്ല, അത് ഭാരത് മാതയുടെ വേസ്റ്റാണ് കൊണ്ടുവന്നോ നമ്മുടെ സ്റ്റേറ്റിൽ വെക്കാന്നൊന്നും പറഞ്ഞില്ല അവർ. പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതേപോലെ അപ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെന്റിലിരുന്ന മിനിസ്റ്റർ, കർണാടക മിനിസ്റ്റർ, ലോ മിനിസ്റ്റർ ആയിരുന്നു, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. പുള്ളി പറഞ്ഞു പറ്റത്തില്ലായിരുന്നു. അവരുടെ ഗവൺമെന്റാണ് കൊണ്ടുവന്നത് കുടംകുളം പ്രോജക്റ്റ്. അവർ നമുക്ക് എതിരായിട്ട് വളരെ മോശമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ പുള്ളി നല്ല പേരാണ്, പുള്ളി കർണാടകക്കാരനാണ്, ലോ മിനിസ്റ്റർ, മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ ലോ മിനിസ്റ്റർ. പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഉള്ള ADMK പാർട്ടി, തമിഴ്നാട് ADMK പാർട്ടി കൂടംകുളം സമരത്തിന് എതിരായിരുന്നു. പക്ഷേ കർണാടക യൂണിറ്റ് പ്ലാന്റ് ന്യൂക്ലിയർ വേസ്റ്റ് അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലുള്ള ഹിപ്പോക്രസീസ് നമുക്ക് മനസ്സിലാക്കാം. പൊല്യൂട്ടഡ് എയർ പ്രശ്നമാണ്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് കൺസേൺസ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ കാലാവസ്ഥ ചേഞ്ചസ് ഉണ്ട്, സീ ലെവൽ റൈസ്, സീ ഇറോഷൻ, ഇങ്ങനെ ക്ലൗഡ് ബസ്റ്റ്, ഇങ്ങനെയൊക്കെ ഭയങ്കര മഴയും എല്ലാം നമ്മൾ വളരെ കഷ്ടപ്പെടുന്നത് ശരിയാണ്, പ്രോബ്ലമാണ്, അതിനോട് മറുപടി വേണം. പക്ഷേ പൊല്യൂട്ടഡ് എയർ പ്രോബ്ലം തന്നെ. പക്ഷെ അതിന് പോയ്സണിങ് ദി എർത്ത് ഉത്തരമാകത്തില്ലല്ലോ. ഈ 48,000 വർഷം ഈ വേസ്റ്റ് വെച്ച് നമ്മൾ സൂക്ഷിക്കണം. 40 വർഷം പറ്റിയില്ല ഭോപ്പാലിൽ. ഇപ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 24,000 വർഷം. ഈ വേസ്റ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അതിനുള്ള മറുപടി ഇല്ല. അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പറ്റി പറയുന്ന എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പ്രോബ്ലമായിട്ടിരിക്കുന്നു. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തന്നെയാണ് ആൻസർ, അത് ക്ലീൻ എനർജിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ നോക്കുവാണെങ്കിൽ എവറി ആസ്പെക്ട് ഇൻവോൾവ്സ് ഡേർട്ടി പവർ. ഞാൻ ഒന്ന് പറയാം. ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ 20 വർഷങ്ങളായിട്ട് നടക്കുന്നു. ഇപ്പം കുടംകുളത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ, 20-25 വർഷം. കൽപ്പാക്കത്തിലുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 10-30 വർഷമായിട്ട് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, തീർന്നിട്ടില്ല. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ഫേസിൽ കംപ്ലീറ്റ് ഇവർ ഉപയോഗിക്കുന്ന പവർ ഡേർട്ടി പവറാണ്. അതായത് എമിഷൻ ഉണ്ടാക്കുന്ന പവറാണ് അവർ ഉപയോഗിക്കുന്നത്. ശരി, അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് തുടങ്ങി 40 മുതൽ 60 വർഷം ഫങ്ഷൻ ചെയ്യുന്നു എന്ന് വെച്ചോ. ആ സമയം അവിടെ ഉൽപാദനം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കുറച്ച് കോരിയെടുത്ത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഗ്രിഡിൽ പോകുന്ന പവറാണ് മെയിൻ്റനൻസ്, ഓപ്പറേഷൻ എല്ലാത്തിനും വേണ്ടിയുള്ള പവർ. അത് ഡേർട്ടി പവറാണ് അല്ലേ, എമിഷനിലുള്ള പവറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 60 വർഷം കഴിഞ്ഞിട്ട് പ്ലാന്റ് അങ്ങനെ വെറുതെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, അത് ഡീകമ്മീഷൻ ചെയ്യണം. ആ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ വരുന്ന ഇലക്ട്രിസിറ്റി വീണ്ടും അഗെയിൻ എമിഷൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഡീകമ്മീഷനിങ് എന്ന് പറയുന്നത് സാധാരണ വിഷയമല്ല. അതിന് വലിയ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് അതൊക്കെ മൂടി പൊതിഞ്ഞ് അത് സൂക്ഷിക്കണം ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ആ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ഡിസ്പോസൽ എല്ലാത്തിനുള്ള ഇലക്ട്രിസിറ്റി മറ്റേ ഡേർട്ടി പവറാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉത്തരമാവും? സോ ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി മിസ്ലീഡിങ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ന്യൂക്ലിയർ പവർ ഇസ് നോട്ട് ദ ആൻസർ ഫോർ എനി ഓഫ് അവർ പ്രോബ്ലംസ്. ഇലക്ട്രിസിറ്റിക്കും ഇല്ല, ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ളതില്ല, നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി യാതൊന്നും എൻഹാൻസ് ചെയ്യുന്നില്ല ന്യൂക്ലിയർ പവർ. ഇത് മെയിൻലി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്യൂസാണ്, അതിനു വേണ്ടിയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ന്യൂക്ലിയർ പവർ ആൻഡ് ന്യൂക്ലിയർ ബോംബ് ആർ ബോത്ത് സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. 3 മേജർ ഇൻസിഡൻസ് ആണല്ലോ ന്യൂക്ലിയർ
റിയാക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകത്തുണ്ടായേക്കുന്ന അപകടങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്ന് 3 മൈൽ ഐലൻഡ് അപകടം ഉണ്ടായി, ചെർണോബിൽ, ഫുക്കുഷിമ. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെർണോബിലാണ് ഭയങ്കര ദാരുണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുക്കുഷിമയിലും ഏതാണ്ട് സമാനമായിട്ടുള്ള റേഡിയേഷനും സംഗതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ വാർത്തകളൊന്നും ഫുക്കുഷിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഈ എമിഷനും ഇതിൻ്റെ ഒരു റേഡിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, അത് എത്ര പ്രൊലോങ്ഡ് ആണ്, അതിനെ ഈ അപകട സാധ്യതകളും അപകടങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുണ്ടാവുന്ന മനുഷ്യർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്നാ പറയാ? ഈ 3 വളരെ മേജർ ആക്സിഡൻസ് ആണ്. പക്ഷെ മറ്റു പവർ പ്ലാന്റിൽ ഡെയിലി നടക്കുന്നു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നറിയില്ല, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു. പുള്ളി മലയാളിയാണ്. പുള്ളിയുടെ ഒരു റിപ്പോർട്ട്, ആ ഒരു എക്സാക്ട് ടൈം പീരീഡ് എനിക്ക് മറന്നുപോയി. ആ സമയത്ത് 100 ചെറുതും വലുതുമായിട്ടുള്ള ആക്സിഡൻറ്റ്സ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ. പക്ഷെ ഇതൊന്നും റിപ്പോർട്ടഡ് ആകത്തില്ല. ഇതൊന്നും അവർ പറയണ്ടേ? അവർ പറയത്തില്ലല്ലോ. അവർ ദേ വാണ്ട് ടു പ്രസന്റ് എ വെരി റോസി പിക്ചർ. അങ്ങനെ ഒരു കുഴപ്പമില്ല. ഈവൻ ഇൻ കേസ് ഓഫ് എൻ ആക്സിഡന്റ് അവർ സത്യം പറയത്തില്ല, മനിപ്പുലേറ്റ് ചെയ്ത്. ഇപ്പൊ തന്നെ നമ്മുടെ ഫുക്കുഷിമ ആക്സിഡന്റ് നടന്നപ്പോൾ ശ്രീകുമാർ ബാനർജി എന്നുള്ള ഒരാളായിരുന്നു നമ്മുടെ അറ്റോമിക് എനർജി കമ്മീഷന്റെ ചീഫ്. പുള്ളി പറഞ്ഞതെന്നറിയോ, അത് ന്യൂക്ലിയർ ആക്സിഡന്റ് അല്ല, കെമിക്കൽ ആക്സിഡന്റ് എന്നാ പറഞ്ഞു. ഫുക്കുഷിമയിൽ സംഭവിച്ചത് കെമിക്കൽ ആക്സിഡന്റ് ആണ്, ന്യൂക്ലിയർ ആക്സിഡന്റ് അല്ല എന്ന് പുള്ളി പറഞ്ഞു. റെക്കോർഡ് പത്രങ്ങളിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കൾച്ചർ തന്നെ, ന്യൂക്ലിയർ കൾച്ചർ എന്ന് പറയുന്നത് ഹൈഡിങ്. അതെ, അങ്ങനെ മറച്ചു വയ്ക്കുക, ഡോണ്ട് അക്സെപ്റ്റ്. ചെർണോബിൽ ആക്സിഡന്റിൽ സെയിം തന്നെയാണ് സംഭവിച്ചത്. അവർ ദേ ട്രൈ ടു ഹൈഡ്. പക്ഷെ പറ്റാതെ സ്ഥിതി ആകുമ്പോഴാണ് പുറത്ത് പറഞ്ഞത്. പിന്നെ സോവിയറ്റ് യൂണിയൻ കൊലാപ്സ് ആകുന്ന കാരണങ്ങളിൽ ഒന്ന് ചെർണോബിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആക്സിഡൻറ്റ്സ് ഒരു വലിയൊരു പ്രശ്നമാണ്. അവർ ഇങ്ങനെ ദേ ട്രൈ ടു ഹൈഡ്, ദേ ഡോണ്ട് ഷെയർ ഇൻഫർമേഷൻ. അവിടെ ഡെമോക്രസി ഇല്ല, അവിടെ ഓപ്പൺനെസ് ഇല്ല, ട്രാൻസ്പെറൻസി ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, അങ്ങനെ ഒരു വിഷയങ്ങളില്ല. ഇറ്റ്സ് എ വെരി അൺഡെമോക്രാറ്റിക് ടെക്നോളജി ഫങ്ഷനിങ്. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നടന്ന ആക്സിഡൻസ് എന്ന് പറഞ്ഞല്ലോ, കുറെ എണ്ണം. അത് എത്തരത്തിലുള്ളതാണ്, എങ്ങനെയാണ് ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത്? താറാപൂരില് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. വളരെ ലാസ്റ്റ് മിനിറ്റിലാണ് ഒരു മാനേജ് ടു ഓവർകം എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് ന്യൂസ് ഉണ്ട്. അതിനുള്ള ഡീറ്റെയിൽസ് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഗോപാലകൃഷ്ണൻ സാറിന്റെ ആ റിപ്പോർട്ടിൽ വളരെ ഡീറ്റെയിൽഡ്, വളരെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്, ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇതുപറ്റി പുറത്ത് പറയുന്നില്ല. ഇനി ലോകത്തിൽ ഈ ഫുക്കുഷിമ ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വലുതായിട്ട് പുറത്ത് ന്യൂസ് ഒന്നും വന്നില്ല. കാരണം അപ്പോൾ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പ്ലാന്റിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. പിന്നെ അവർ പറയുന്ന വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺ ദ സ്പോട്ടിൽ പോയി നിങ്ങളെപ്പോലുള്ള റിപ്പോർട്ടേഴ്സ് പോയി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ കവറേജ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്നതാണ്. ഇനി അതിൽ കഷ്ടപ്പെടുന്നവരില്ലേ, ന്യൂക്ലിയർ ബോംബ് പോലെ അങ്ങനെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കത്തില്ല. ഇത് ഒരു സ്ലോ കില്ലിങ് ആക്സിഡന്റ് ആണ്. അപ്പോൾ ചെർണോബിലാകട്ടെ ഫുക്കുഷിമ ആകട്ടെ പെട്ടെന്ന് ഹൈ ഡെത്ത് ടോൾ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഓവർ ദ പീരിയഡ് എത്ര പേര് അഫക്റ്റഡ് ആവുന്നു യാതൊരു കണക്ക് നമ്മൾ എടുക്കാൻ പറ്റത്തില്ല, വയ്ക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഒരു ഡേറ്റ എടുക്കാൻ പറ്റും? ആർക്ക് എന്ത് അസുഖപ്പെടുന്നു എങ്ങനെയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സെൻസസ് എടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള നമ്പർ നമുക്ക് കിട്ടത്തില്ല. ഫുക്കുഷിമ ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ ആ ഒരു മാസത്തിനകം. അപ്പോൾ അവിടെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പോയിരുന്നെന്ന്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ഒരു കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു കോട്ട് മറ്റു ബൂട്ട്സൊക്കെ ഇട്ട് കുട തന്നു. ആ വെള്ളം മുകളിൽ പെടാൻ പാടില്ല, ദേഹത്തിൽ പെട്ടാൽ പ്രശ്നമാവും. പിന്നെ പുറത്ത് വരുമ്പോൾ പോയി റേഡിയോ ആക്ടിവിറ്റി എക്സ്പോഷറൊക്കെ മെഷർ ചെയ്യണം, നല്ല ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ നടക്കും. അപ്പോൾ ഇത് ഓവർ ദ ഇയേഴ്സ് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവും, ആര് എങ്ങനെ അഫക്റ്റഡ് ആവും അറിയില്ല. എനിക്ക് ഒന്നും ചെയ്തില്ലായിരിക്കും, പക്ഷേ യു മേ നോട്ട് ബി ഹാവിങ് ദ സെയിം കൈൻഡ് ഓഫ് ഫിസിക്. അപ്പോൾ നിങ്ങളുടെ DNA, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിൽ അഫക്റ്റഡ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ നമ്പർ നമുക്ക് അറിയാത്തത് കൊണ്ട് അങ്ങനെ ആക്സിഡൻ്റ് ഒന്നും നടക്കത്തില്ല, ഡെത്ത് ടോൾ വളരെ കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല.
എത്ര ലക്ഷം പേർ ക്യാൻസറിൽ പെടുന്നത് നമുക്കറിയില്ല. അത്തരം പഠനങ്ങളും നടന്ന് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഈ ആണവ നിലയങ്ങൾക്ക് ചുറ്റും ഒരിക്കൽ റാവത്ത് ഭാട്ടയിലെ ആണവ നിലയമുണ്ടല്ലോ രാജസ്ഥാനിലെ, അതിന് ചുറ്റും നടന്നിട്ടുള്ള ഒരു സർവേയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സർവേ നടത്തുന്ന സമയത്ത് മനസ്സിലാവും അവിടെ ഒരു രോഗാതുരരായ ജനതയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ആണവ നിലയങ്ങൾക്ക് ചുറ്റുമൊന്നും അത്തരത്തിലുള്ള സ്റ്റഡീസ്, ആരോഗ്യ സർവേ ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? അത്തരം അതിന് ഒരു ബേസ് ലൈൻ ഡേറ്റ ഉണ്ടാകണം. പ്ലാനറ്റ് വരുന്നതിന് മുമ്പ് നമുക്കൊരു ബേസ് ലൈൻ ഡേറ്റ ഇരുന്നാൽ നമുക്ക് കമ്പാരിസൺ. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ പറയുന്ന റിപ്പോർട്ട്സ് ഒക്കെ ഇങ്ങനെ ഒരു ബ്രഷ് അസൈഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ഒന്നുമില്ല, വളരെ മിനിമൽ എക്സ്പോഷറേ ഉള്ളൂ, നെഗ്ലിജിബിൾ ഇമ്പാക്റ്റ് ആണ്, ഇങ്ങനെയുള്ള വാക്കുകളുണ്ട് അവർക്ക്. ആ വാക്കുകൾ മാത്രം പറയുന്നു, ഡിസ്മിസീവ് ആയിരിക്കും. കൽപ്പാക്കം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ടൗൺഷിപ്പിൽ ഞാൻ പോയി താമസിച്ചിരുന്നു ഒരാഴ്ച. ആർക്കെന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ജോലി ചെയ്യുന്നവരടുത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങളെന്താ ഇത്ര അപകടങ്ങളൊക്കെ ഉണ്ട്, ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം, സോ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, ഒരാൾ പറഞ്ഞു, ഞാൻ ഡിപ്ലോമ ഹോൾഡറാണ്, ഡിപ്ലോമ ഹോൾഡർക്ക് 30,000-40,000 രൂപ ശമ്പളം വേറെ എവിടെയും കിട്ടത്തില്ല, അതുപോലെ എൻ്റെ പിള്ളേർക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് സെൻട്രൽ സ്കൂളിൽ, ഞങ്ങൾ ഹോൾ ഫാമിലിക്ക് ഹെൽത്ത് കെയർ കിട്ടുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് വേറെ എവിടെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വർക്കേഴ്സ് തമ്മിലും പ്രശ്നങ്ങളുണ്ട്, ജനറൽ പബ്ലിക്കും അഫക്റ്റഡ് ആണ്. ഇതൊന്നും ഗവൺമെന്റ് പുറത്ത് പറയത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ അവിടുത്തെ വർക്കേഴ്സ്, ഞാൻ റാവത്ത് ഭാട്ടയിലെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ ഹെൽത്ത് കെയറും ക്വാളിറ്റി എഡ്യൂക്കേഷനും അവരുടെ കുടുംബത്തിനുള്ള ആവശ്യത്തിനുള്ള ശമ്പളവും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള അവിടെ ജോലി കൊടുത്തിട്ടുള്ള ആളുകൾ, അവരുടെ ഇടയിലുള്ള അസുഖങ്ങളെയോ അവർക്ക് പറ്റുന്ന അപകടങ്ങളെയോ ഒന്നും ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ നിറഞ്ഞു നിൽക്കുന്നില്ലേ? അതെ അതെ, ഇവിടെ ആ വിഷയമുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഒരാൾ മരിച്ചു, കൂടംകുളത്തിൽ മരിച്ചു. പുള്ളിയുടെ പേര് ഈ മറന്നുപോയി, രാധാപുരത്തുകാരനാണ്. അവരുടെ ഫാമിലി എന്നെ കോണ്ടാക്ട് ചെയ്തു, ഇങ്ങനെ മരിച്ചു, ഒന്നും ബെനിഫിറ്റ്സ് ഒന്നും തന്നില്ല, ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് എന്തോ പൈസയൊക്കെ കൊടുത്ത് സംസാരിച്ച് അത് സൈലൻസ് ആക്കി കളഞ്ഞു. അങ്ങനെ ഇതാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ഒന്നുമില്ല. ഇതിൽ കഷ്ടപ്പെടുന്നവർക്ക് എന്താ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള യാതൊന്നുമില്ല. ഇങ്ങനെ ഇല്ല, അങ്ങനെ ട്രയൽ ഇങ്ങനെയുള്ള ആസ് യു ഗോ മാനേജ് ചെയ്യുന്നതാണ്. ഒരു റിയാക്ടർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാട് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അതൊരു റിയാക്ടറിൻ്റെ പണി നടത്താൻ പറ്റൂ. അത്രയധികം സ്ഥലം ആവശ്യമാണ്, ഒഴിച്ചിടേണ്ട ആവശ്യമുണ്ട്, ജനവാസം പാടില്ല എന്നൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ കേരളം പോലെ ഹൈലി എന്താ പറയുക ഡെൻസിറ്റി കൂടുതലുള്ള ഒരു സ്ഥലത്ത്, ഇന്ത്യയിൽ എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്, ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്ത് ഒരു ആണവ നിലയം ഇവർ പറയുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചാലും സാധ്യമാണോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് എ ഹൈലി ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് കൺട്രി. നിങ്ങൾ പറഞ്ഞ പോലെ കേരളം മാത്രമല്ല, ഹോൾ കൺട്രിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫുക്കുഷിമ, ചെർണോബിൽ പോലെ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ വി കനോട്ട് മാനേജ്, നമുക്ക് പറ്റത്തില്ല. ജപ്പാനിൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്, ആൾക്കാരൊക്കെ വളരെ ഡ്യൂട്ടി കോൺഷ്യസ് എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് ഫുക്കുഷിമ ആക്സിഡന്റിൽ ഇന്നും പുറത്തു വരാൻ പറ്റുന്നില്ല ഇന്നും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ വളരെ കറപ്റ്റ് സിസ്റ്റമാണ്, ഇൻഎഫിഷ്യൻറ്റ് ഗവൺമെൻറ്റുകളാണ്, ബ്യൂറോക്രാറ്റ്സ് ഒക്കെ ഹോപ്പ്ലെസ്ലി യൂസ്ലെസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും? ആരും അതിനെ സാധാരണ ആൾക്കാരെ വന്ന് റെസ്ക്യൂ ചെയ്യാൻ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം പോലുള്ള വളരെ ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പറയുന്നത് ഇറ്റ്സ് സൂയിസൈഡൽ എന്നാണ് ഞാൻ പറയുന്നത്. പവർ പ്ലാന്റിൻ്റെ അടുത്തുള്ള ഏരിയ സ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്, അതായത് മനുഷ്യർ ജീവിക്കാനേ പറ്റത്തില്ല. എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ വളരെ സേഫാണ്, വളരെ പാർക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ പവർ പാർക്ക് അതൊരു വലിയൊരു ഏതോ പൂവും പക്ഷികളും പറക്കുന്ന ഒരു വലിയ പാർക്ക് പോലെയാണ് ഇവർ ഇങ്ങനെ ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പാർക്കാണെങ്കിൽ എന്തിനാ സ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ആൾക്കാർ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു?
അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ 10 കിലോമീറ്റർ പുറത്തുള്ള ടൗൺഷിപ്പിൽ വയ്ക്കേണ്ട ആവശ്യം എന്താ? അവിടെ തന്നെ ഇരിഞ്ഞൂടെ? പ്ലാന്റിന്റെ അടുത്ത് നമുക്ക് ഷെഡ് ഇട്ട് വീടുകളൊക്കെ കെട്ടി അവിടെ തന്നെ ഇരിക്കാമല്ലോ. കേരളത്തിലെ പ്രപ്പോസ്ഡ് പ്ലാന്റിൽ 54 കിലോമീറ്ററിന് അപ്പുറത്താണ് ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ പറയുന്ന കള്ളമാണ്. സ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നു, സേഫ്റ്റി സോൺ എന്ന് പറയുന്നു. അങ്ങനെ 80 കിലോമീറ്റർ ദൂരത്തിലുള്ള ഇവാക്യുവേഷൻ സോൺ. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ 80 കിലോമീറ്റർ ദൂരത്തിലുള്ളവരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യണം. ഇവാക്യുവേറ്റ് ചെയ്ത് എവിടെ കൊണ്ട്? മാലദ്വീപിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അറബിക്കടലിൽ കൊണ്ട് തള്ളാനോ? എവിടെ കൊണ്ടുപോകും? കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് വെച്ചോ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഷീമേനിയിൽ ഒരു ആക്സിഡൻ്റ് ആയി, അവർ എവിടെ പോകും? മാംഗ്ലൂരിലേക്ക്. മാംഗ്ലൂർ ഹൈലി പോപ്പുലേറ്റഡ് സിറ്റിയാണ്. നമ്മുടെ കൂടങ്ങളും കണ്ടില്ലേ, ഒരു നല്ല റോഡ് മുതലില്ല. കൂടംകുളം നമുക്ക് പ്രത്യേകം സംസാരിക്കണമെന്ന് തോന്നുന്നു എനിക്ക്. അതായത് കൂടംകുളത്തിന്റെ തുടക്കം മുതലുള്ള പണി തുടങ്ങുന്ന കാലം മുതൽ അറിയാവുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടുന്നു, നിങ്ങളെല്ലാവരും കൂടെ സമരം ചെയ്തിട്ട് എന്തായി? ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രൊഡക്ഷൻ തുടങ്ങിയില്ലേ? ആ ഇലക്ട്രിസിറ്റി അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള വാദങ്ങളൊക്കെയാണ് കേരളത്തിൻ്റെ അകത്ത് നിന്നുള്ള ആളുകൾ കൗണ്ടറായിട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് കൂടംകുളം പ്രോജക്റ്റ് അപകടകരമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ കാലമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. അവിടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം വാദങ്ങൾ സാധൂകരിക്കാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാണ് കൂടംകുളം ഒരു അപകടകരമായ പ്രോജക്റ്റ് ആണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അത് പറയേണ്ടതുണ്ട് എന്ന്. ഇലക്ട്രിസിറ്റി വരുന്നു അവർ പറയുന്നു. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 40 to 60% ആണ്. പക്ഷെ അവിടെ പറയുന്നത് അവർ 100%, 1000 മെഗാവാട്ട് പവർ പ്ലാന്റ് നിന്ന് 1000 മെഗാവാട്ട് പവർ വരുന്നു എന്ന് പറയുന്നു. പിന്നെ കേരളം, ആന്ധ്ര, കർണാടക പോലെയുള്ള സ്റ്റേറ്റ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. എല്ലാം വൺ സൈഡഡ് ഇൻഫർമേഷനാണ്. അവിടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന പരിപാടി തന്നെ ഇല്ല. ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ വേണ്ട എന്ന് പറയുന്നതിന് ആദ്യത്തെ കാരണം ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്, ഇറ്റ് ഈസ് നോട്ട് സേഫ്, ഇറ്റ് ഈസ് നോട്ട് വയബിൾ. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യം പറഞ്ഞ് ന്യൂക്ലിയർ പവർ ഇസ് ടു ചീപ്പ് ടു മീറ്ററിൻ്റെ ആവശ്യം തന്നെ ഇല്ല, കാരണം അത് വളരെ ചീപ്പായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതൊരു വൈറ്റ് എലഫൻ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസ് ഇല്ലാതെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ആ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് കനോട്ട് സർവൈവ് ഫോർ എ ഡേ. അവരുടെ ശമ്പളം മുതൽ അത്രയും ഗവൺമെൻറ് ഫണ്ടഡ് ആണ്, ഗവൺമെൻറ് സബ്സിഡീസ് ആണ്. സോ ഇറ്റ് ഈസ് ടു ചീപ്പ് ടു മീറ്റർ എന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി ടു മാറ്റർ. വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ ഡേഞ്ചറസ് ആണ്. കാരണം അതിലുള്ള ഈ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ഇത് ഒരു സ്ലോ കില്ലിങ് പോയ്സൺ പോലെയാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് 5 ലക്ഷം ആൾക്കാരെ കൊല്ലുന്ന പോലെയല്ല ഇത് അങ്ങനെ ഇരുന്ന് ഒരു സ്റ്റേഷൻഡ് ബോംബാണ്. ഇതങ്ങനെ സ്ലോ ആയിട്ട് ഓരോരുത്തരായിട്ട് ഒരു എൻവയറമെൻറ്റ് നശിപ്പിച്ച്, അങ്ങനെ ക്ലൈമറ്റ് നശിപ്പിച്ച്, ആൾക്കാരെ നശിപ്പിച്ച് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനുള്ള കംപ്ലീറ്റ് കാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റത്തില്ല. അതുപോലുള്ള ആൾറെഡി പറഞ്ഞ പോലെ ഹൈലി ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് രാജ്യത്തിൽ ഒരു ചെറിയ ഇൻസിഡൻറ്റ് പറ്റിയാൽ നമുക്ക് ഇവാക്യുവേഷൻ പറ്റത്തില്ല, നമുക്ക് നല്ല റോഡുകളില്ല, നമുക്ക് അത് ന്യൂക്ലിയർ ലിറ്ററസി ഇല്ല. ക്യാൻസർ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. ആൾറെഡി ദ സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യ ഒരു വൺ ഓഫ് ദ ഹൈ ക്യാൻസർ ഇൻസിഡൻസ് ഏരിയാസ് ആണ്. അപ്പോൾ ഇപ്പോൾ ക്യാൻസറിൻ്റെ ബഹളമായിരിക്കുന്നു ഇവിടെ. ഇപ്പോൾ ഈ ഇടയ്ക്ക് കുടംകുളത്ത് കാർത്തിക എന്നൊരു 12th ഗ്രേഡ് പഠിക്കുന്ന ഒരു കൊച്ചു പെണ്ണ് മധുരയിൽ പോയി മധുര മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഞാൻ പോയി കണ്ടു, എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഞാൻ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം കേരളത്തിലും വെല്ലൂർ, അടയാർ എന്നൊക്കെ ആൾക്കാരെ ഞങ്ങൾ അയച്ചു വിടുന്നു. സോ ക്യാൻസർ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ്, ഹെൽത്ത് കൺസേൺസ്, കാസ്റ്റ് കൺസേൺസ്, സേഫ്റ്റി കൺസേൺസ്, ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇതുകൊണ്ട് ആവശ്യമില്ല. താങ്ക്ഫുള്ളി നമുക്ക് ചെർണോബിൽ പോലെ അല്ലെങ്കിൽ ഫുക്കുഷിമ പോലെ ഇതുവരെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? ഇൻ കേസ് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഫിഷ്യൻ്റായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഒരു ചെറിയ സ്റ്റാമ്പീഡ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചെറിയ സ്റ്റാമ്പീഡ് എത്ര ആളുകൾ മരിക്കുന്നു? അതെ, അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഏർപ്പാട് ചെയ്യുന്നില്ല, അതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഇല്ല, അതിനുള്ള അഫീഷ്യൽ മെഷീനറി കംപ്ലീറ്റ് ഫെയിലിയർ ആയി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ വൈ ഡു വി ടേക്ക് റിസ്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വെറും 3% ഇലക്ട്രിസിറ്റി മാത്രമാണ് ഇതിന് കിട്ടുന്നത്, വെറും 3%. അതില്ലാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം.
ഇപ്പൊ കൂടംകുളം വേണ്ടെന്ന് പറയുന്ന സെയിം ആർഗ്യുമെന്റ്സ് കൂടംകുളത്തിന്റെ റിയാക്ടറിനും അതിന്റെ ടെക്നോളജിക്കൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിരുന്നല്ലോ, അതും ഇപ്പോഴും റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും, അതെന്താണെന്ന് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. ഇപ്പൊ 3rd ജനറേഷൻ റിയാക്ടർ ആണ്. അബ്ദുൽ കലാം ഒക്കെ ഇവിടെ വന്ന് നോക്കി കണ്ടിട്ട് അങ്ങനെ 1-2 മണിക്കൂർ അങ്ങനെ ചുറ്റി കണ്ടിട്ട് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് പോയി. ആ പുള്ളി വരുന്നതിന് മുമ്പ് തന്നെ ഹിന്ദുവിൽ ആർട്ടിക്കിളൊക്കെ എഴുതിയിരുന്നു. പക്ഷേ ആ ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് റിയാക്ടർ വളരെ പ്രോബ്ലത്തിലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് 2 റിയാക്ടറും ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ദേ ഹാവ് ഷട്ട് ഡൗൺ. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ റിയാക്ടർ ടെക്നോളജിയിൽ തന്നെ ഉണ്ട്. അതിലുള്ള സ്പെയർസ് ഒക്കെ സബ്സ്റ്റാൻഡേർഡ് വിഷയങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ കൂടംകുളത്തിൽ 2 പ്ലാന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3, 4, 5, 6 അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. 3ാമത്തെ 4ാമത്തെ റിയാക്ടർ 60% 65% കംപ്ലീഷൻ ആയിരിക്കുന്നു. ഈ യുക്രൈൻ വാർ കാരണം സ്പെയർസ് വരുന്നതിൽ വളരെ താമസം ഉണ്ടാകുന്നു. അതുകൊണ്ട് വർക്ക് പ്രോഗ്രസീവായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ പറയാമല്ലോ, എന്ത് കാരണമാണെങ്കിലും പറയാമല്ലോ. 25 വർഷം 30 വർഷം അവിടെ ഇരുന്ന് സുഖജീവിതം, സുഖമായിട്ട് കഴിക്കുന്നു, സുഖമായിട്ട് മന്ത്ലി സാലറി വരുന്നു, ട്രാവൽ, ഹൈ ലൈഫ് എന്നൊക്കെ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ വേസ്റ്റ് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പോകുന്നു? ടെക്നോളജി, അവരുടെ ടെക്നോളജി പറയുന്നതെന്നാൽ ആ കോർ, ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കോറിൻ്റെ താഴെ ഒരു ഒരു കാച്ച്മെൻറ്റ് പോലെ ഒരു സംഗതി ഉണ്ട്. ഇൻ കേസ് ഓഫ് എ മെൽറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ഫ്യൂവലൊക്കെ അവിടെ തന്നെ വീഴും. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ ഇരിക്കും, പുറത്ത് വരത്തില്ല, കണ്ടാമിനേഷൻ, റേഡിയേഷൻ ഒന്നും അത്ര കൂടുതലായിട്ട് ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആ ന്യൂക്ലിയർ ഫ്യൂവൽ റോഡുകളൊക്കെ എടുത്ത് മാറ്റി അകത്ത് തന്നെ വയ്ക്കുന്നു റിയാക്ടർ. അത് ഒരു 7 വർഷം അവിടെ വയ്ക്കാമെന്ന് തോന്നുന്നു. അതായത് വളരെ ചൂടായിരിക്കും, വളരെ ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ആ റോഡ്സൊക്കെ ഫ്യൂവൽ റോഡ്സ്, സ്പെൻഡ് ഫ്യൂവൽ റോഡ്സ്, അതാണ് വേസ്റ്റ്. അതങ്ങനെ വെച്ചിരിക്കും. പിന്നെ അവിടേക്ക് അതൊക്കെ എടുത്ത് അവേ ഫ്രം റിയാക്ടർ എന്നൊരു ഫെസിലിറ്റി, റിയാക്ടർ എന്ന് പുറത്ത്, അവിടെ ആ ഫെസിലിറ്റിയിൽ 10-12 വർഷം സേഫ് ഗാർഡ് ചെയ്ത് വെക്കാം. ഇതിൻ്റെയൊക്കെ കാരണം വളരെ ഹോട്ടായിരിക്കും, വളരെ ചൂടായിരിക്കും, വളരെ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ആ ചൂട്ടിൻ്റെ റേഡിയോ ആക്ടിവിറ്റീൻ്റെ ലെവൽ കുറയ്ക്കാനാണ് നമ്മളിങ്ങനെ വയ്ക്കുന്നത്. ഇവിടെ ഒരു 5-6 വർഷം, പിന്നെ ഇവിടെ ഒരു 10-12 വർഷം അവിടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് ഈ റിയാക്ടറിൻ്റെ ആ ബേസ്മെൻറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഫില്ലപ്പായി അവേ ഫ്രം റിയാക്ടറിന് കൊണ്ടുപോകുന്ന ആവശ്യം ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ 1-നും 2-നും, 1ാമത്തെ പ്ലാന്റിനും 2ാമത്തെ പ്ലാന്റിനും അങ്ങനെ അവേ ഫ്രം റിയാക്ടർ AFR പണിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല, സംഗതി ഇല്ല. അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫെസിലിറ്റിയാണ്. അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പോലെ തന്നെ വളരെ റേഡിയോ ആക്റ്റീവ് ഇരിക്കും. അതുകൊണ്ട് അത് വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിന് ബോറേറ്റഡ് വാട്ടറിലുള്ള ഒരുപാട് വിഷയങ്ങൾ വേണം. ഇത് വെള്ളത്തിനകത്ത് മുക്കി വയ്ക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതുവരെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞാൽ 3ാമത്തെ 4ാമത്തെ റിയാക്ടറിൻ്റെ ആ കംപ്ലീറ്റ് പെർമിഷൻ എല്ലാം മേടിക്കുമ്പോൾ ഇത് ഇൻബിൽറ്റ് ആയിരുന്നു. അതായത് അവേ ഫ്രം റിയാക്ടർ എന്ന് പറയുന്ന പരിപാടി ഇൻബിൽറ്റ് ആയിരുന്നു. സോ അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അതവിടെ ഞങ്ങൾ ഇവിടെ ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ചേർത്ത് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ 1ാമത്തെ 2ാമത്തെ പ്ലാന്റിലുള്ള വേസ്റ്റുകളെ കൊണ്ടുപോയി അവിടെ വയ്ക്കാം. 3-നും 4-നുമുള്ള അവേ ഫ്രം റിയാക്ടർ വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1-നും 2-നുള്ള അവേ ഫ്രം റിയാക്ടർ കൺസ്ട്രക്ട് ചെയ്യാം. ഇതാണ് അവർ പറഞ്ഞത്. എത്ര ഒരു സ്പോർട്ടീവായിട്ട്, എത്ര ഒരു ചൈൽഡിഷ് ആയിരിക്കും നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഇത് എത്ര ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് ഒരു ചെറിയ പിള്ളേർ കളിക്കുന്ന കളിയല്ല ഇത്. സോ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ആ ഒരു ലാക്കഡൈസിക്കൽ അപ്രോച്ച്, വളരെ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്, അത് വളരെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നു, സ്ട്രെസ്സസ്. കാരണം ഇത്ര ഒരു ചൈൽഡിഷായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. 1ാമത്തെ 2ാമത്തെ പ്ലാനിലുള്ള കൊണ്ടുപോയി 3ാമത്തെ 4ാമത്തെ അവേ ഫ്രം റിയാക്ടറിൽ വയ്ക്കും. പിന്നെ ഇതിനുള്ള അവേ ഫ്രം റിയാക്ടർ നമുക്ക് പിന്നീട് കാണാം. ശരി, അത് തന്നെ സമ്മതിച്ചു, ഓക്കെ, അങ്ങനെ ചെയ്യാന്ന് വെച്ചോ. അവിടെ ഒരു 10-12 വർഷങ്ങളാകുമ്പോൾ അത് ഫില്ലപ്പ് ആവും. അപ്പോൾ അത് ഫില്ലപ്പ് ആവുന്ന സമയത്ത് നമുക്കൊരു DGR വേണം, ഡീപ്പ് ജിയോളജിക്കൽ റെപ്പോസിറ്ററി. അതായത് ഫൈനൽ ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു ഫൈനൽ ഡെപ്പോസിറ്ററി, ഒരു ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ്. അത് എവിടെ ഇരിക്കുന്നു? ഇല്ല, ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലം ഇല്ല. ഇവർ എന്താ പറയുന്നത് അറിയോ? അതിൻ്റെ ആവശ്യമില്ല.
കാരണം ഇത് ക്ലോസ്ഡ് സൈക്കിൾ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്ന ഫ്യൂവലൊക്കെ എടുത്ത് നമ്മൾ കൽപ്പാക്കത്ത് കൊണ്ടുപോയി ആ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ പ്ലാന്റിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. ഇത് വേസ്റ്റ് എന്ന് പറയാൻ പാടില്ല. ഇത് വേസ്റ്റ് അല്ല, ഇത് നാഷണൽ അസറ്റാണ്. അപ്പം നാഷണൽ അസറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡൽഹിയിൽ കൊണ്ടുവച്ചോ, പാർലമെന്റിലോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. നിങ്ങളുടെ നാഷണൽ അസറ്റ് അല്ലേ. നാഷണൽ അസറ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ പിള്ളേർക്കല്ലേ അപകടം വരുന്നത്. ഞങ്ങൾ വേറൊന്ന് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റ് പണിയുന്നു, അവിടെ ക്ലോസറ്റ് വെച്ചു, ഇവിടെ സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് ആവശ്യമുണ്ടല്ലോ. സെപ്റ്റിക് ടാങ്ക് ഇല്ലാതെ നമ്മൾ ക്ലോസറ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ക്ലോസറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പോലെ. ഓൾ റൈറ്റ്, നിങ്ങൾ പണിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഒരു 10-12 അടി നീളമുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇവർ പറയുന്നത് ഈ പൈപ്പ് ഫില്ലപ്പ് ആകാൻ തന്നെ 2-3 വർഷം ആവും. അതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ ആവശ്യമില്ല. ഇപ്പം പിന്നെ അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം, ആദ്യം പൈപ്പ് ഫില്ലപ്പ് ആകട്ടെ എന്ന് പറയുന്നവർ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. പൈപ്പ് നീളമായിരിക്കാം, പക്ഷേ പൈപ്പ് ഫില്ലപ്പ് ആകുന്നത് പറ്റത്തില്ല. നമുക്ക് സെപ്റ്റിക് ടാങ്ക് വേണം. ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഇല്ലാതെ ഈ ടോയ്ലറ്റ് പണിയാൻ പറ്റത്തില്ല. ക്ലോസറ്റും പൈപ്പും ഇട്ടിട്ട് കാര്യമില്ല. ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ്, ഡീപ്പ് ജിയോളജിക്കൽ റെപ്പോസിറ്ററി, DGR വേണമെന്ന് പറയുന്നത് ഞങ്ങൾ. ഇത് ഇറ്റ്സ് കംപ്ലീറ്റ് പിക്ചർ. നമ്മളൊരു ടോയ്ലറ്റ് പണിയുമ്പോൾ വി ഹാവ് എ കംപ്ലീറ്റ് വിഷൻ, കംപ്ലീറ്റ് പ്രോഗ്രാം. ഒരു ടോയ്ലറ്റ് പണിയുന്നതിനുള്ള ആ വിഷനിലുള്ള കംപ്ലീഷൻ പോലും ഇവിടെ ഇല്ല. എത്ര വലിയ ഡേഞ്ചറസ് ആയിട്ട് ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു വീട്ടിൻ്റെ ഒരു വിഷയമാണ്, പ്രൈവറ്റ് ആണ്. ഇതങ്ങനെയല്ലല്ലോ. എത്ര ലക്ഷം ആൾക്കാരുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഫ്യൂച്ചറും ഉള്ള വിഷയം. ഒരു പ്ലാനില്ല, ഒന്നുമില്ല. DGR എന്ന് പറയുന്ന പരിപാടിയില്ല. അപ്പോൾ ഇവിടെ ഉള്ള വേസ്റ്റൊക്കെ കൊണ്ട് എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടിയില്ല. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഇത് ഹോസ്റ്റ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നത് അവിടെ എവിടെയൊക്കെ റിയാക്ടറിൽ തന്നെ വെച്ചിരിക്കുന്നു. ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ആവശ്യമില്ല. പറയുന്നില്ലേ, ഇതൊക്കെ അസറ്റാണ്, ഇതൊക്കെ നമ്മൾ കൽപ്പാക്കത്തിൽ വെച്ച് അവിടെ വീണ്ടും അത് ഉപയോഗിക്കാം. അങ്ങനെ ക്ലോസ്ഡ് സൈക്കിൾ ആയതുകൊണ്ട് വലുതായിട്ട് വരത്തില്ല. ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗെ കാണാനായിട്ട് പോയിരുന്നു ഈ സ്ട്രഗിൾ കമ്മിറ്റിയിൽ നിന്ന്. അപ്പോൾ ഡോക്ടർ SK ജെയിൻ, പുള്ളി NPCLന്റെ അപ്പോഴത്തെ ചീഫായിരുന്നു. ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഞാനും ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്റർ എല്ലാവരും ഉണ്ട്. അതിൽ പുള്ളി എണീറ്റ് പറയാണ്, അങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട്, there will be some waste left. ഒരു ടോപ്പ് ലെവൽ സയൻറ്റിസ്റ്റ് പറയാണ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് there will be some waste left. ക്വാണ്ടിറ്റി മേലെ പറഞ്ഞില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് ചോദിക്കാം, ഞാൻ കള്ളം പറയുന്നില്ല, എക്സാഗ്രേറ്റ് ചെയ്യുന്നു പറയുന്നില്ല. there will be some waste left. അത് നമുക്ക് ഗ്ലാസ് ബാലായിട്ട് മെൽറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലുള്ള ഷോ കേസിൽ വെക്കാമെന്ന് പറയുന്നു പുള്ളി. പ്രൈം മിനിസ്റ്റർ ഒരു വിഷയം ഒട്ടും മനസ്സിലായില്ല. പുള്ളി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ കൂടെ ചിദംബരം, ഈ ഇടയ്ക്ക് മരിച്ചു ചിദംബരം, പഴയ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ, പുള്ളി ഉണ്ടായിരുന്നു. ഒരുപാട് സയൻറ്റിസ്റ്റ് ഉണ്ട്, ആരും ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ ഈ ടെക്നോളജി അമേരിക്കൻസിൻ്റെ അടുത്തില്ലല്ലോ, ഫ്രാൻസിൻ്റെ അടുത്തില്ല, ജർമ്മനിയുടെ അടുത്തില്ല. ജർമ്മനിയിലുള്ളവർ ആ വേസ്റ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാതെ അങ്ങനെ ദർ സ്റ്റണ്ട്. അപ്പോൾ ഈ ടെക്നോളജി നമുക്ക് അവിടെ വിൽക്കാമല്ലോ ജർമ്മനിയിൽ. ജർമ്മനിയിലുള്ള വേസ്റ്റുകളൊക്കെ കയറ്റി ഫ്രാൻസ് കഴിക്കുന്നു. ഫ്രാൻസ് ഇങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ആ ട്രെയിൻ, ന്യൂക്ലിയർ വേസ്റ്റ് കൊണ്ടുപോകുന്ന ട്രെയിൻ പോകുമ്പോൾ ആൾക്കാർ പക്ഷേ പുള്ളി വളരെ ഈസി ആയിട്ട് പറയുന്നു, അതൊക്കെ നമുക്ക് മെൽറ്റ് ചെയ്ത് ഗ്ലാസ് ബാലാക്കി നമുക്ക് വീട്ടിൽ ഷോ കേസിൽ വെക്കാം. അത്ര എളുപ്പമാണ്, വളരെ ഈസിയാണ്. ഞാൻ എന്ത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതെ, ഇപ്പോഴും നമ്മൾ ആ ചോദ്യം ചോദിക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. RTI ഇടുന്നു, RTI പെറ്റീഷൻ ഇടുന്നു. എന്തുകൊണ്ട് കുടംകുളം 1ാമത്തെ 2ാമത്തെ റിയാക്ടർ ഇത്ര പ്രാവശ്യം ഷട്ട് ഡൗൺ ചെയ്യുന്നു, എന്തിനാ ഇത്ര പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് കാരണം എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ RTIയിൽ ചോദിക്കുന്നുണ്ട്. ചില RTIക്ക് അവർ ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ അവർക്കറിയാമല്ലോ, ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് ആണ്. അങ്ങനെ അവർക്കറിയാം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെ മിസ്ലീഡ് ചെയ്യണം എന്നൊക്കെ. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാഷണൽ ലെവൽ ഡിബേറ്റ് നമ്മുടെ കുടംകുളം സമരം നടക്കുന്ന സമയത്ത് മാത്രമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്ര വലിയ നാഷണൽ ഡിബേറ്റിൽ ആർക്കും പറ്റത്തില്ലല്ലോ. നമുക്ക് 1000 പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഡെയിലി ലൈഫ് തന്നെ ഒരു പ്രശ്നമാണ് ഈ രാജ്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺസൾട്ടഡ് ഗ്രൂപ്പ് ഇരുന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ,
സുനാമി ബാധിതരായിട്ടുള്ള മനുഷ്യരെ താമസിപ്പിച്ചിരുന്ന ആ കോളനിയുടെ അടുത്താണല്ലോ ഇത് അവരെ വീണ്ടും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? അതിപ്പോഴും അവരവിടെ തന്നെയാണോ താമസിക്കുന്നത്? അവർ തന്നെ താമസിക്കുന്നു. അത് ഈ സ്റ്റെറൈൽ സോണിലാണ്. സ്റ്റെറൈൽ സോണിന്റെ പുറത്താണ്. സ്റ്റെറൈൽ സോണിന്റെ പുറത്താണ്. പക്ഷേ 1.5 കിലോമീറ്ററോ മറ്റോ വളരെ അടുത്താണ്, വളരെ അടുത്താണ്. സ്റ്റെറൈൽ സോൺ ചുറ്റി അവിടെ അവരുടെ കോമ്പൗണ്ട് വാളുണ്ട്. സോ ഇവർ ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്റ്റെറൈൽ സോൺ. അത് പാടില്ല, അത് ഡേഞ്ചറസ് ആണ്. അവിടെ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ അവര് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അവരൊന്ന് ശല്യപ്പെടുത്താതെ വെച്ചിരിക്കുന്നു. ഈ ഇപ്പൊ നമ്മളുടെ പ്രപ്പോസ്ഡ് ആണവ നിലയത്തിന്റെയും കാര്യം പറയുമ്പോൾ ഒരു പുനരധിവാസ പാക്കേജ്, റീഹാബിലിറ്റേഷൻ പാക്കേജിനെ പറ്റിയൊക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ബിൽറ്റ് ചെയ്തിട്ടുള്ള കൂടംകുളത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ലല്ലോ. ഇല്ല. അത് ആ പ്രോജക്റ്റിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഈ പറയുന്ന പുനരധിവാസം എന്ന് പറയുന്ന ഒരു പാക്കേജോ അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രപ്പോസലോ ഒക്കെ ഉണ്ടായിരുന്നോ? കൂടംകുളം എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടിൽ അങ്ങനെ ഒന്നിരുന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല. പക്ഷെ ശിമേനി പ്രോജക്റ്റിന് എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടുകൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഈ EIA റിപ്പോർട്ട്, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചില കമ്പനീസിന് കോൺട്രാക്ട് കൊടുക്കുകയാണ്. ആ കമ്പനീസ് എന്താ ചെയ്യുന്നത്? കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. അവിടെ നിന്ന് കുറച്ചെടുക്കും, ഇവിടെ നിന്ന് കുറച്ചെടുക്കും. കംപ്ലീറ്റ് ഇത് സയന്റിഫിക് അല്ല. അതായത് മനയില്ല, ഇവർ എഫിഷ്യൻ്റ് ആയിട്ട്, റെസ്പോൺസിബിൾ ആയിട്ട്, കോൺഷ്യൻഷ്യസ് ആയിട്ട് ഇവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ഈസ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഈ ആൾക്കാരുടെ സുരക്ഷ, ഈ ആൾക്കാരുടെ വെൽബീയിങ്, ഇവരുടെ സന്തോഷം നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് ഇവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇതാണ് എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇത് കട്ട് ആൻഡ് പേസ്റ്റ് റിപ്പോർട്ടല്ല, ജെനുവൈൻ ആയിട്ട് 19 സയന്റിസ്റ്റുകൾ ഇരുന്ന് സ്റ്റഡി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇറ്റ് ക്യാൻ ബി റിലൈഡ് അപ്പോൺ, ഇറ്റ് ഈസ് ട്രൂത്ത്ഫുൾ എന്നുള്ള നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചോ, വി വുഡന്റ് ബി ബോതേർഡ് അല്ലേ. അതുപോലെ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇപ്പോൾ കൂടംകുളത്ത് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞെന്നറിയോ? ഇടിന്തക്കര അടുത്തുള്ള വലിയ വില്ലേജാണ്, 12,000 ആൾക്കാർ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അങ്ങനെ ഒരു ഗ്രാമം ഇല്ല എന്ന് പറഞ്ഞു ആ റിപ്പോർട്ടിൽ. അങ്ങനെ ഒരു ഗ്രാമം തന്നെ ഇല്ല. ഇവരുടെ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ്. സോ ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, ഈ ലോക്കൽ ലാംഗ്വേജിൽ ഇപ്പോൾ ചീമേനിക്ക് കൂടംകുളത്തിൽ പോട്ടെ, ചീമേനി റിപ്പോർട്ട്, ചീമേനി ഇപ്പോൾ ടു ബി കൺസ്ട്രക്റ്റഡ് പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, സേഫ്റ്റി അനാലിസിസ് റിപ്പോർട്ട്, സൈറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട്. സൈറ്റ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഈ സൈറ്റിൻ്റെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, എന്തുകൊണ്ട് ഞങ്ങൾ ഈ ഏരിയ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള റിപ്പോർട്ട്സുകളൊക്കെ മലയാളം, കന്നഡം, ഇംഗ്ലീഷ്, ഹിന്ദി വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, അവിടെ വെച്ച് പഠിക്കാം. നമുക്ക് 3 മതി, മലയാളം, കന്നഡം, ഇംഗ്ലീഷ്. ഈ 3 ലാംഗ്വേജിലും ഈ റിപ്പോർട്ട്സൊക്കെ ജെന്യുവനായിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, ഒരു ക്വാളിഫൈഡ് ആൾക്കാർ വെച്ച് ചെയ്യുന്നതായിരിക്കണം. ഈ റിപ്പോർട്ടുകളെ കൊണ്ടുവച്ചോ. കേരളം ഇസ് എ ഹൈലി ലിറ്ററേറ്റ് സൊസൈറ്റി. ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്സും ഇങ്ങനെയുള്ള ന്യൂക്ലിയർ സയൻസൊക്കെ ഉള്ള വിഷയമായാലും നമുക്കൊരു കോമൺ നോളജ് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് വായിക്കാം. അങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് നിങ്ങളെപ്പോലുള്ള മീഡിയ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവൽ ഡിബേറ്റ് ഉണ്ടാവട്ടെ. ഒരു 6 മാസം നമുക്ക് എടുക്കാം. 6 മാസം ഡിബേറ്റ് കഴിഞ്ഞിട്ട് പബ്ലിക് ഹിയറിംഗ് എന്ന് ഒരു അതിപ്പോൾ നടക്കുന്ന ചടങ്ങാണ്. അവന്മാർ തന്നെ ആൾക്കാർ കൊണ്ടുവരും, പൈസയൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറ്റി ആൾക്കാരെ കൊണ്ടുവന്ന് അവന്മാരോടെ ബഹളം ഉണ്ടാക്കും. പിന്നെ ഈ കളക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലേ നമ്മുടെ നാട്ടിൽ, ഏറ്റവും യൂസ്ലെസ് ആണ്. ഇവരൊക്കെ ഹൈലി കറപ്റ്റാണ്, കോൺഷ്യൻഷ്യസ് ഇല്ലാത്തവരാണ്, അടിമകളാണ്. ഗവൺമെൻറ് പറയുന്നത് അങ്ങനെ കയ്യൊപ്പോട്ട് കൊടുക്കുന്ന അടിമകളാണ്. ഇവർ എഴുതും റിപ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു, ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മുടെ ബ്യൂറോക്രാറ്റ്സും നമ്മുടെ സയൻറ്റിസ്റ്റുകളും വളരെ എഫിഷ്യൻ്റായിട്ട് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു, ശരി, എല്ലാം എവറിത്തിങ് ഈസ് ഫൈൻ, സാങ്ഷൻ ചെയ്യാം, ഗ്രാൻഡ് പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇവന്മാർ എഴുതുന്നത്. അങ്ങനെയല്ലാതെ ജെനുവിനായിട്ട് ചീമേനിയിലെ ഏരിയയിലുള്ള, നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നും കൊല്ലത്തു നിന്നുള്ള ആരും പോകണ്ട, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലുള്ളവർ വരട്ടെ, അവർ സംസാരിക്കട്ടെ. ഈ റിപ്പോർട്ടുകൾ ബേസിസിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ വിട്ടിട്ട് പോകണം. അല്ലെങ്കിൽ അവരൊക്കെ ചേർന്ന് വളരെ വണ്ടർഫുൾ പ്രോജക്റ്റാണ്, ചീമേനി പാരീസ് സിറ്റി പോലെ ആകാൻ പോകുന്നു, ഞങ്ങൾക്ക് ഇത് വേണമെന്ന് അവർ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല.
ഈ KCB ബിജു പ്രഭാകരന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നത് ഭൂചലന സാധ്യത ഉണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രപ്പോസൽ ഇതൊന്നും നടത്താതെയാണോ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിനെപ്പറ്റി ഒരു ധാരണയുമില്ലാതെ അത്തരം സ്റ്റഡീസ് അല്ലേ ആദ്യം നടത്തേണ്ടതെന്നുള്ളത്. ഇവിടെ സംഭവിച്ചില്ലേ കൂടംകുളത്തില് സുനാമി വന്നപ്പോ സുനാമി ഞങ്ങൾ ആദ്യം സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് സുനാമി എന്ന വാക്ക് തന്നെ ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ അൺപ്രിപ്പയർഡ് ആയിരുന്നതിന് കാരണം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവർ പറയുന്നു അതൊക്കെ ചേർത്ത് ഞങ്ങൾ ഇൻബിൽറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു. സുനാമി പറ്റി ഒന്നും അറിയാതെ ഇവർ എങ്ങനെ പ്ലാൻ ചെയ്തു? ഇന്നണ്ടേറ്റഡ് ആയിപ്പോയി, അകത്ത് വെള്ളം കയറി, പക്ഷെ പുറത്ത് പറഞ്ഞില്ല. കൽപ്പാക്കത്തിൽ പറ്റ 60 പേർ മരിച്ചു, 60 സയന്റിസ്റ്റുകളും അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ മരിച്ചു. ഇവിടുത്തെ തമിഴ് പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജ് ന്യൂസ് ആയിരുന്നു. ഒരു ഡിസ്കഷൻ ഉണ്ടായില്ലല്ലോ. ആ സുനാമി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു കൽപ്പാക്കത്തിൽ. ഒരുപാട് അപകടം പറ്റിയിരുന്നു, ഒരുപാട് അവിടെ ജോലി ചെയ്യുന്ന ടോപ്പ് ലെവൽ എഞ്ചിനീയേഴ്സ് മരിച്ചു. ഒരു ഡിസ്കഷനും ഒരു ഡിബേറ്റും ഇല്ല. അപ്പോൾ ഇവരുടെ പ്രിപ്പയർഡ്നെസ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പേടിയാവുന്നത്. ആൾറെഡി ഈ ന്യൂക്ലിയർ സയൻസ് ഇസ് പ്രോബ്ലമാറ്റിക്. അതിൻ്റെ പ്രാക്ടിക്കൽ എഫിഷ്യൻസി വളരെ അൺക്ലിയർ ആയിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കറപ്ഷൻ, ഇവരുടെ ഈ മനിപ്പുലേഷൻസ്, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബെറ്റർ സേഫ് ദാൻ സോറി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ഇതാദ്യം ഈ ഒരു ടെക്നോളജി രൂപപ്പെടുന്നത് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുശേഷമാണ് അത് എനർജി ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് വരുന്നത്. ഇപ്പോഴും അതിനെതിരെ നിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രൊലിഫറേഷന്റെ സാധ്യത തന്നെയാണ്. അതൊരു വലിയ ബിസിനസ് സാധ്യതയായിട്ടും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വാറിനുള്ള ഒരു സാധ്യതയൊക്കെ ആയിട്ട് നിലനിൽക്കും. അത്തരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, യുക്രൈനിൽ സബോറിജിയ എന്നൊരു പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ലോകത്തെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് അതാണ്. സബോറിജിയയിൽ റഷ്യൻസ് കൊണ്ടുപോയി ബോംബ് ഇട്ടു, അവിടെ കത്തിച്ചു. പ്ലാന്റിൻ്റെ കോറിൽ വീട്ടിൽ ആ സൈഡിലൊക്കെ പെരിഫറിയിലൊക്കെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്, അറ്റാക്സ് നടക്കുന്നുണ്ട്. സബോറിജിയ പ്ലാന്റിൽ ഒരു അറ്റാക്ക്, ഒരു ഹാർഡ് കോർ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കോറിൽ ബോംബ് ഇടുവാണെങ്കിൽ അത് വലിയ അപകടമായി പോകും. ഒരു ആൾമോസ്റ്റ് ലൈക്ക് ഹിരോഷിമ നാഗസാക്കി മാഗ്നിറ്റ്യൂഡിൽ ഉള്ള പ്രശ്നമായി പോകും. അപ്പോൾ അങ്ങനെ അത് വളരെ ഹോട്ട് സ്പോട്ടായിട്ടിരിക്കുന്നു. വാർ തുടങ്ങിയ സമയത്ത് അത് വലിയ ഡിബേറ്റായിരുന്നു. പിന്നെ അങ്ങനെ സബ്സൈഡായിപ്പോയി. പുടിൻ അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രിനെ തന്നെ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇൻ കേസ് ഓഫ് മാസീവ് അറ്റാക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ വി വിൽ ബി യൂസിങ് ന്യൂക്ലിയർ, അത് ന്യൂക്ലിയർ വെപ്പൺസ് ഞങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് ന്യൂക്ലിയർ വാർഫെയറിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഗാസ ഞങ്ങൾ ഈ ഹമാസൊക്കെ കംപ്ലീറ്റ് 100% ഇറാഡിക്കേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2 വർഷം 50,000 ആൾക്കാർ കൊന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ കൂടെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെൻറ്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ന്യൂക്ലിയർ ബോംബുള്ള വെച്ചിരിക്കുന്ന ഒരാളാണ്. ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ പവർ കൺട്രിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റി നോക്കുമ്പോൾ, അതുപോലെ നോർത്ത് കൊറിയ വീണ്ടും ഈ മിസൈൽസ് ടെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ത്രട്ടൻ ചെയ്യുന്നതും ഞങ്ങൾ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ചുറ്റിയുള്ള ഈ ന്യൂക്ലിയർ ഹോട്ട്സ്പോട്ട്സ് കൂടുതലായിക്കൊണ്ടിരിക്കുന്നു, തുടർന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ വാർഫെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രെഡിബിൾ ത്രെറ്റ്. ന്യൂക്ലിയർ ബോംബ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഒരു അറ്റാക്ക് നടത്തിയാലും മതി, സെയിം മാഗ്നിറ്റ്യൂഡ് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ന്യൂക്ലിയർ ത്രെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊലിഫറേഷൻ. ഇപ്പോൾ ഇങ്ങനെ സ്മാൾ മോഡുലർ റിയാക്ടേഴ്സ് കൊണ്ടുപോയി എല്ലാ വീട്ടിലും റെഫ്രിജറേറ്റർ വയ്ക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് പറയുന്ന വേസ്റ്റുകൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പ്രൊലിഫറേഷൻ കൺസേൺസ് വളരെ വാലിഡാണ്. നമ്മൾ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൊലിഫറേഷൻ എന്ന് പറയുന്നത് വളരെ വയബിൾ ഡേഞ്ചറാണ്. ആൾറെഡി നമ്മുടെ ഈ ന്യൂക്ലിയർ ഫിസൈൽ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു ലിബിയയുടെ കേണൽ ഗഡാഫിയുടെ അടുത്ത് ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞു. നോർത്ത് കൊറിയൻസിൻ്റെ ഉള്ളത് നമുക്കറിയാം, ഇസ്രായേലിൻ്റെ അടുത്ത് ഉള്ളത് നമുക്കറിയാം, ഇന്ത്യ, പാകിസ്ഥാൻ. ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വെച്ചിരിക്കുന്ന ഏത് രാജ്യമായാലും അവരുടെ അടുത്ത് ന്യൂക്ലിയർ ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അവർ സെൻട്രിഫ്യൂജും ഇതുപോലുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഡെവലപ്പ് എ ബോംബ്. ഈ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് ുള്ള ഒരു ചർച്ചകളാണല്ലോ വലുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലായിട്ട് സ്വകാര്യ പ്രൈവറ്റ് സെക്ടറിൽ ചേർന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. വേദാന്തയും ഒക്കെ പോലുള്ള വലിയ കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വൈദ്യുതി അവർക്ക് ഉപയോഗിക്കാം. അത് ഓപ്പറേറ്റ്
പ്രൊഡക്ഷൻ ചെയ്യാനുള്ള അവകാശം മാത്രം സർക്കാരിന് ഉണ്ടാവുകയും ബാക്കിയെല്ലാം പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ പ്രോജക്റ്റ്. ഇത് ആരെയാണ് സഹായിക്കാൻ എന്ന് മാത്രമല്ല, ഈ ടെക്നോളജി കയ്യിലിരിക്കുമ്പോൾ എന്ത് ചെയ്യാനുള്ള സാധ്യതയും അവിടെ കൂടുകയല്ലേ. പിന്നെ അല്ല, ഇതൊരു വിണ്ടിത്താണ്. ഇറ്റ്സ് കംപ്ലീറ്റ് സ്റ്റുപ്പിഡിറ്റി. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിൽ ഒരുപാട് സേഫ്റ്റി കൺസേൺസ് ഉണ്ട്. ആ ന്യൂക്ലിയർ ഫ്യൂവൽ നമ്മൾ എങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ പോകുന്നു? ആൾറെഡി നമ്മുടെ അത്ര യുറേനിയം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ യുറേനിയം കസഖ്സ്ഥാനും നമീബിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ 15 രാജ്യങ്ങളോട് നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട യുറേനിയം കസഖ്സ്ഥാനിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമീബിയ അടുത്ത് നിന്ന് മേടിക്കാം, അർജന്റീന അടുത്ത് മേടിക്കാം എന്നൊക്കെ ഒരുപാട് ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് യുറേനിയം ഇല്ല. തോറിയം അങ്ങനെ ഒരു തിയറിറ്റിക്കൽ വിഷയമാണ്, ഇത് പ്രാക്ടിക്കലായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇത്ര ന്യൂക്ലിയർ ഫ്യൂവലിന് നമ്മൾ എന്ത് ചെയ്യും? ശരി, ഈ ഇവരുടെ റെഫ്രിജറേറ്ററുകളൊക്കെ 220 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ നമ്മുടെ ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് വണ്ടികൾ കൊണ്ടുവരുന്നത് പോലെ ഓരോരിടത്തും കൊണ്ടുപോകുമോ? ഒരു കംപ്ലീറ്റ് പിക്ചർ വേണ്ടേ? ഒരു സയൻറ്റിസ്റ്റ് പോലെ സംസാരിക്കണ്ടേ? ഇവർക്ക് അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയർ വേസ്റ്റ് പറ്റി പറഞ്ഞില്ലേ, ഇവർക്ക് അങ്ങനെ ഒരു ലാർജർ പിക്ചർ ഇല്ല. അവർക്ക് വലിയ ഗോൾസും ഇല്ല. ഇത് ചുമ്മാ വെറുതെ ദേ ആർ ഹാവിങ് എ വണ്ടർഫുൾ ലൈഫ്. നല്ല ഹൈ ലെവൽ ലൈഫാണ്, നല്ല ശമ്പളം, നല്ല ചാപ്പാട്, നല്ല ട്രാവൽ, ഇന്റർനാഷണൽ ട്രാവൽ. ഇത് ഫുള്ളി 100% ഫണ്ടഡ് ബൈ ദ സ്റ്റേറ്റ്. ഇവരെ ഒരു ഈ കോർപ്പറേഷനല്ലേ എല്ലായിടത്തും ഗ്ലോബൽ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസ് ചെയ്തു. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിൽ ബി എ പ്രൈവറ്റ് കമ്പനി ടുമോറോ. ഇപ്പോൾ കമ്പനി എന്ന് വെച്ചിരിക്കുന്നു, പക്ഷേ കംപ്ലീറ്റ്ലി ഫണ്ടഡ് ബൈ ദ പീപ്പിൾ, സ്റ്റേറ്റ്. നാളെ ഒരു കോർപ്പറേറ്റ് കമ്പനിയാക്കി അദാനി അടുത്ത് വിൽക്കാനാണ് പറയും. നടക്കട്ടെ, ഒരു മാസം നടക്കത്തില്ല. കാരണം കംപ്ലീറ്റ് പാരസൈറ്റിക് എക്സിസ്റ്റൻസ് ആണ് അവിടെ. പാരസൈറ്റിക് എക്സിസ്റ്റൻസ്. പുറത്ത് വരുന്ന ഔട്ട്പുട്ട് ചോദിക്കുന്നത് ഇത്ര മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം ചെയ്യുന്നു പറയത്തില്ല, ഇത്ര മില്യൺ യൂണിറ്റ്. ആ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. ഓ, 10 മില്യൺ യൂണിറ്റ്. എന്ത് യൂണിറ്റ് മെഗാവാട്ട് എന്ന് പറയാം, കപ്പാസിറ്റി ഫാക്ടർ പറയാം. ഇത് ഇത്ര 1948 തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. ഇതുവരെ 2025 വരെ എത്ര 1000 കോടി രൂപ നമ്മളിതിൽ ചെലവ് ചെയ്തിരിക്കുന്നു. അതിനുള്ള ബെനഫിറ്റ് നമുക്ക് എന്താ? കോസ്റ്റ് ബെനഫിറ്റ്. ഒരു സിമ്പിൾ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് എ ടോട്ടലി കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട്ലി യൂസ്ലെസ് ഡിപ്പാർട്ട്മെൻറ്റ്.